ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അർച്ചന സന്ധ്യയെ വിളിക്കുകയാണ്. ഡോക്ടർ എന്നോട് സത്യം പറയണം, നന്ദേട്ടൻ അവിടെയുണ്ടോ? ഇവിടെ ഇല്ലെന്ന് സന്ധ്യ പറയുമ്പോൾ അർച്ചന പറയുകയാണ്, ഡോക്ടർക്കറിയാലോ, ഇന്നിവിടെ അച്ഛൻ ആനിവേഴ്സറി ആഘോഷങ്ങളെല്ലാം നടത്താൻ വേണ്ടി ഒരുക്കങ്ങളൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. ഡോക്ടർ കാരണം എന്താണെങ്കിലും ഈ ചടങ്ങ് മുടങ്ങാൻ പാടില്ല. ഞാൻ പറയുന്നത് സത്യമാണ് അർച്ചനെ, നന്ദൻ ഇവിടെ വന്നിട്ടില്ല. നന്ദൻ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സന്ധ്യ പറയുമ്പോൾ അർച്ചന പറയുകയാണ്, നന്ദേട്ടനെ എന്തെങ്കിലും പറഞ്ഞ് ഡോക്ടർ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടണം. ഞാൻ ശ്രമിക്കാമെന്ന് സന്ധ്യ പറയുമ്പോൾ അർച്ചന പറയുകയാണ്, ഡോക്ടർക്കറിയാലോ, ഡോക്ടർ കാരണമാണ് ഈ ചടങ്ങ് മുടങ്ങുന്നതെന്ന് അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഡോക്ടറും ഈ വീടുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അതോടെ അവസാനിക്കും. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളെന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന കോള് കട്ട് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. നേരം രാത്രിയാകുന്നു. എല്ലാവരും നന്ദന് വേണ്ടി കാത്തിരിക്കുകയാണ്. അർച്ചന നന്ദന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും നന്ദൻ കോൾ എടുക്കുന്നില്ല. അതേസമയം തന്നെ അവന്തികയും ഒരുങ്ങി അങ്ങോട്ടേക്ക് വരികയാണ്. നന്ദേട്ടന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് അർച്ചന പറയുമ്പോൾ അവന്തിക പറയുകയാണ്, നന്ദേട്ടൻ മനഃപൂർവ്വമായിരിക്കും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത്. അച്ഛൻ നിർബന്ധിച്ചിട്ടല്ലേ എല്ലാ ഒരുക്കങ്ങളും നടത്തിയത്. ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ ഈ ആനിവേഴ്സറി ആഘോഷിക്കണമെന്ന്. അച്ഛനല്ലേ പറഞ്ഞത് നന്ദേട്ടൻ വരുമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ് അവന്തി. നിന്റെ ചേച്ചിക്ക് കരയാനൊക്കെ അറിയാമോ എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ സ്വന്തം കാര്യത്തിന് വേണ്ടി അവരെന്തും ചെയ്യുമെന്ന് അനഘ പറയുന്നു. ഇനിയും കാത്തിരിക്കുന്നതിൽ അർത്ഥമുണ്ടോ അച്ഛാ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് നോക്കാമെന്ന് സേതുമാധവൻ പറയുന്നു. നന്ദേട്ടൻ വരില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഇനി എന്റെ ജീവിതത്തിൽ ഒരു വെഡിങ് ആനിവേഴ്സറിയും ഞാൻ ആഘോഷിക്കില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവന്തിക ദേഷ്യത്തോടെ അവിടുത്തെ ഒരുക്കങ്ങളെല്ലാം അലങ്കോലമാക്കുകയാണ്. അവനിപ്പോ വരും മോളെ, നീ ഒന്ന് അടങ്ങി നിൽക്കാൻ സേതുമാധവൻ പറയുമ്പോൾ എല്ലാം നശിച്ചു പോ എന്നും ഇനി ഒരാഘോഷങ്ങളും ഇവിടെ വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആനിവേഴ്സറിയുടെ കേക്ക് എടുത്ത് ദൂരേക്ക് വലിച്ചെറിയുകയാണ് അവന്തിക. ഇതെല്ലാം കണ്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുകയാണ്. എത്ര സന്തോഷമായിട്ടാ ഞാൻ എല്ലാത്തിനും വേണ്ടി കാത്തിരുന്നത്, എന്നിട്ട് എല്ലാവരും കൂടി എന്നെ കരയിച്ചില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സമനില തെറ്റിയവരെ പോലെ എല്ലാവരെയും നോക്കുകയാണ് അവന്തിക. അതിനുശേഷം അവന്തിക ദേഷ്യത്തോടെ തന്റെ മുറിയിലേക്ക് പോകുന്നു. പെട്ടെന്ന് അർച്ചനയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. അച്ഛാ, നന്ദേട്ടൻ എവിടെയുണ്ടെന്ന് എനിക്കിപ്പോൾ അറിയാം. അച്ഛൻ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ പോയി വിളിച്ചിട്ട് വരാമെന്ന് അർച്ചന പറയുന്നു. എന്താണെങ്കിലും മോള് പോയിട്ട് വാ, ഇതിങ്ങനെ വിട്ടാൽ ശരിയാകില്ലല്ലോ എന്ന് സേതുമാധവൻ പറയുന്നു. അങ്ങനെ അർച്ചന അവിടെ നിന്നും ഇറങ്ങുന്നതാണ് കാണിക്കുന്നത്. അതേസമയം മുറിയിൽ സന്തോഷത്തോടെ നിൽക്കുകയാണ് അവന്തിക. തുടർന്ന് മൂർത്തി അവന്തികയെ വിളിക്കുകയാണ്. നന്ദൻ എവിടെയുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നന്ദൻ എവിടെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം പറയുകയാണ് മൂർത്തി. പിന്നീട് കാണിക്കുന്നത് നന്ദനും സന്ധ്യയും ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുന്നതാണ്. നന്ദൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അല്പം മുമ്പ് കൂടി അർച്ചന എന്നെ വിളിച്ചിട്ട് നന്ദൻ വരികയാണെങ്കിൽ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടണമെന്നാ പറഞ്ഞത്. അത് കേൾക്കുന്ന നന്ദൻ പറയുകയാണ്, അർച്ചന ഇപ്പോൾ ഒരു പ്രതിസന്ധിയില്ല. അച്ഛൻ പറയുന്നത് മാത്രമേ അർച്ചനയ്ക്കിപ്പോൾ കേൾക്കാൻ സാധിക്കൂ. അതേസമയം അർച്ചന ആ റെസ്റ്റോറന്റിൽ എത്തിയിരിക്കുകയാണ്. അവർ കാണാതെ അവരുടെ അടുത്തുനിന്ന് കുറച്ചു മാറിയൊരു കസേരയിൽ ചെന്ന് അർച്ചന ഇരിക്കുന്നു. അതേസമയം ബർത്ത്ഡേ കേക്ക് കൊണ്ട് അവരുടെ ടേബിളിൽ വെക്കുകയാണ് വെയിറ്റർ. പിന്നീട് കാണിക്കുന്നത് അവന്തിക പർദ്ദയിട്ടുകൊണ്ട് ആ റെസ്റ്റോറന്റിൽ എത്തിയിരിക്കുന്നതാണ്. സന്ധ്യയും നന്ദനും സന്തോഷത്തോടെ ഇരിക്കുന്ന കാണുന്ന അവന്തിക മനസ്സിൽ പറയുകയാണ്, ഓഹോ, ഇവിടെ ബർത്ത്ഡേ ആഘോഷമാണല്ലേ, എല്ലാം ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. താങ്ക് യു നന്ദ, ഇങ്ങനെയൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയിരുന്നതേയില്ല. എല്ലാത്തിനും നന്ദിയുണ്ടെന്ന് സന്ധ്യ പറയുമ്പോൾ ഇനി മുതൽ എൻ്റെ ഇഷ്ടം നോക്കി മാത്രമേ ഞാൻ ജീവിക്കൂ എന്ന് നന്ദനും പറയുന്നു. തുടർന്ന് സന്ധ്യ കേക്ക് മുറിക്കുകയാണ്. അവർ രണ്ടുപേരും പരസ്പരം കേക്ക് കൊടുക്കുമ്പോൾ ഇതെല്ലാം നോക്കി ദേഷ്യത്തോടെ ഇരിക്കുകയാണ് അവന്തിക. രണ്ടുപേരും പരസ്പരം നന്നായി തന്നെ കേക്ക് കൊടുക്ക്, ഇത് നിങ്ങളുടെ അവസാനത്തെ കൊടുക്കലായിരിക്കും. വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാതെ എൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ വന്നെന്നറിഞ്ഞാൽ അത് പ്രശ്നമാകില്ലേ എന്ന് സന്ധ്യ ചോദിക്കുന്നു. ഒരു പ്രശ്നവും ഉണ്ടാകില്ലെന്ന് നന്ദൻ പറയുമ്പോൾ നന്ദനില്ലാതെ എനിക്കിനി ഒരു ജീവിതമില്ലെന്നും അവന്തിക നന്ദന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതുവരെ ഞാൻ കാത്തിരിക്കുമെന്നും സന്ധ്യ പറയുന്നു. നിന്നെയും ഇയാളെയും ഒരുമിച്ച് തീർക്കാൻ ഇനിയധികം ദിവസങ്ങളൊന്നുമില്ലെന്ന് ദേഷ്യത്തോടെ മനസ്സിൽ പറയുകയാണ് അവന്തിക. ഈശ്വര, കാര്യങ്ങളെല്ലാം വളരെ കുഴപ്പത്തിലേക്കാണല്ലോ പോകുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും പിരിയാൻ സാധിക്കില്ലെങ്കിൽ ഇനി ഞാൻ എന്തു ചെയ്യുമെന്ന് അർച്ചന മനസ്സിൽ പറയുന്നു. ഇന്നത്തെ ദിവസം ഒരു പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി തന്നെയാ ഞാൻ ആനിവേഴ്സറി ഫംഗ്ഷന് പോകാതെ തന്റെ കൂടെ എത്തിയത്. അതാകുമ്പോൾ എന്റെ ഡിവോഴ്സിന്റെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കുമല്ലോ എന്ന് നന്ദൻ പറയുന്നു. ഞാൻ തനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് തന്റെ പോക്കറ്റിൽ നിന്നും താലിമാല എടുത്ത് കാണിക്കുകയാണ് നന്ദൻ. ഇത് കാണുന്ന അവന്തിക ദേഷ്യത്തോടെ അവരെ നോക്കുമ്പോൾ എന്താണെങ്കിലും വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാകുമെന്ന് മനസ്സിൽ പറയുകയാണ് അർച്ചന. അവന്തിക നന്ദന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. തുടർന്ന് എഴുന്നേറ്റ് ചെല്ലുന്ന അവന്തിക സന്ധ്യയുടെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ്. അവന്തികയെന്ന് വിളിച്ചുകൊണ്ട് നന്ദൻ ദേഷ്യത്തോടെ എഴുന്നേൽക്കുമ്പോൾ അവന്തിക പറയുകയാണ്, നിങ്ങൾ ഇവൾക്ക് താലിമാലയല്ലേ കൊടുത്തത്, അപ്പോ എന്റെ കഴുത്തിൽ കിടക്കുന്ന താലിമാല ഞാൻ എന്ത് ചെയ്യണം? തുടർന്ന് അവന്തിക സന്ധ്യയോട് പറയുകയാണ്, ഇതൊന്നും കണ്ട് നീ സന്തോഷിക്കാൻ നിൽക്കണ്ട. എന്താണെങ്കിലും ഞാൻ ഇയാളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞിട്ട് നിനക്ക് ഇയാളുടെ ജീവിതത്തിലേക്ക് വരാൻ സാധിക്കില്ല.
അത്രയും പറഞ്ഞുകൊണ്ട് അവന്തിക അവിടെ നിന്ന് പോകുമ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് സന്ധ്യ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.